നമുക്ക് ഏറെ ഒരു നിർണായകമായ ചോദ്യങ്ങളാണ് വരുന്നത്. ഈ ആന്റിനിയും റിസീവറും കിട്ടിയില്ല എന്നുള്ളത് കൊണ്ട് മാത്രം ട്രാക്ക് ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. പ്രതീക്ഷ ചോദിച്ച ആ ചോദ്യം വളരെ ഗൗരവതരമാണ്. കാരണം എന്തെന്ന് വെച്ചാൽ ഈ റേഡിയോ കോളർ സംവിധാനം പ്രധാനമായും രണ്ട് മോഡിലാണ്, അല്ലെങ്കിൽ രണ്ട് രൂപത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഒന്നില്ലെങ്കിൽ അത് സാറ്റലൈറ്റ്, അല്ലെങ്കിൽ അത് GSM. അതായത് ലളിതമായി പറഞ്ഞാൽ സാറ്റലൈറ്റിൽ നിന്ന് GPS മുഖേന വിവരങ്ങൾ കിട്ടുന്ന രീതിയും ഒപ്പം തന്നെ നമ്മുടെ സിം കാർഡ് ഉപയോഗിച്ച് മൊബൈലിന്റെ രൂപത്തിൽ പ്രവർത്തിക്കുന്ന രീതിയും. നമ്മൾ ഇവിടെ വയനാട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത് സാറ്റലൈറ്റിൽ നിന്ന്, സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഉപയോഗിക്കുന്ന റേഡിയോ കോളർ സംവിധാനമായ സാറ്റലൈറ്റ് സംവിധാനമാണ് ഇവിടെയും ഈ ആനയിലും ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് വളരെ ലളിതമായി നോക്കിയാൽ, ഈ സാറ്റലൈറ്റ് സംവിധാനത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്നത് ഇത് ഏത് ടെറൈനിലും അല്ലെങ്കിൽ എവിടെ നിന്നും നമുക്ക് അതിന്റെ സിഗ്നൽ കിട്ടുമെന്നാണ്. ഏറ്റവും പ്രധാനം, ഈ ആന വനപ്രദേശത്ത് അകത്താണെങ്കിലും അല്ലെങ്കിൽ ഒരുപക്ഷെ ഉൾവനത്തിലാണെങ്കിൽ പോലും സിഗ്നലുകൾ കൃത്യമായി കിട്ടാനുള്ള സംവിധാനം ഈ സാറ്റലൈറ്റ് സംവിധാനത്തിലുണ്ട്. പക്ഷേ ഇതിൽ ഒരു പോരായ്മയായി പറയാമെങ്കിൽ, അല്ലെങ്കിൽ ഒരുപക്ഷെ അതിന്റെ ഒരു പരിമിതിയായി പറയാമെങ്കിൽ, അതിന്റെ ഒരു ഡിലേ ആണ്. അതായത് നമുക്ക് സിഗ്നൽ അയച്ചാൽ ഒരുപക്ഷെ അരമണിക്കൂർ വരെ അതിന്റെ താമസം ഉണ്ടാവുമെന്നാണ്. ഉദാഹരണത്തിന് ഒരു 11:30 സാറ്റലൈറ്റ് സിഗ്നൽ നമുക്ക് കിട്ടിയാൽ അതിന്റെ യഥാർത്ഥ വിവരം ഒരുപക്ഷെ ഒരു 15-ഓ 20-ഓ അല്ലെങ്കിൽ ഒരുപക്ഷെ അരമണിക്കൂർ മുമ്പേ വരെ ഉള്ള വിവരങ്ങളായിരിക്കാം. അതാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത്. അതായത് ഈ ആന ഒരു സ്ഥലത്തെത്തിയെന്ന് കരുതുക. ഞാനിപ്പോൾ ഒന്ന് ലളിതമായത് വിവരിക്കാം. ആന ഈ പറഞ്ഞ ഒരു സ്ഥലത്ത് ഇവിടെയാണെന്ന് കരുതുക. അപ്പോൾ സ്വാഭാവികമായും അവിടെ ആണ് എന്ന് ലഭിക്കുന്ന സിഗ്നൽ ഏതാണ്ട് അരമണിക്കൂർ മുമ്പ് അല്ലെങ്കിൽ ഒരുപക്ഷെ 15 മിനിറ്റ് മുമ്പ് ലഭിച്ച സിഗ്നൽ ആയിരിക്കും. ആ 15 മിനിറ്റ് കൊണ്ട് തന്നെ ആന അടുത്ത സ്പോട്ടിലേക്ക് പോയിട്ടുണ്ടാവും. ഇവിടെയും അതായിരിക്കാം സംഭവിച്ചിട്ടുണ്ടാവുക. വനം വകുപ്പ് ആ 15 മിനിറ്റ് നോക്കി ഈ സ്പോട്ടിൽ എത്തിയാൽ അവിടെ ആന ഉണ്ടാവില്ല, സ്വാഭാവികമാണ്. അടുത്ത സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ടാവും. അടുത്ത 15 മിനിറ്റ് കഴിയുമ്പോൾ അടുത്ത സിഗ്നൽ ലഭിക്കും, അപ്പോൾ വേറെ സ്പോട്ടായിരിക്കും. ഉദാഹരണത്തിന് ഓരോ 15 മിനിറ്റ് കൂടുമ്പോഴും പല പല സ്ഥലങ്ങൾ മാറും. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ സിഗ്നൽ ലഭിക്കുന്നത് 15 മുതൽ അരമണിക്കൂർ വരെ താമസിച്ചാണ് എന്നുള്ളതാണ്. അപ്പോൾ വനം വകുപ്പ് അവിടെ ചെയ്യേണ്ടിയിരുന്നത് ഇത് 3-4 സിഗ്നലുകൾ ഒരുമിച്ചെടുത്തുകൊണ്ട് അതിൻ്റെ ഒരു സ്പോട്ട് ആന എവിടെയായിരിക്കാം എന്നുള്ള ഒരു നിഗമനത്തിലെത്തുക. ഉദാഹരണത്തിന് 10 മണിക്ക് ആന ഇവിടെയാണെന്ന് കരുതുക, സിഗ്നൽ കിട്ടിയത് 10:30 ആന ഇവിടെയാണെന്ന് കരുതുക, 11 മണിക്ക് ഇവിടെയാണെന്ന് കരുതുക. അപ്പോൾ വനം വകുപ്പിന് നിഗമനത്തിൽ എത്താവുന്നതേ ഉള്ളൂ ഏതെങ്കിലും ഈ 3 സ്പോട്ടിന്റെയും നടുവിലായ ഏതെങ്കിലും ഒരു സ്പോട്ടിലായിരിക്കാം എന്നുള്ളത്. ഒരുപക്ഷെ ഇവിടെ അങ്ങനെ ഒരു കാൽക്കുലേഷൻ നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെ കാൽക്കുലേഷൻ നടത്തുന്നതിൽ വീഴ്ച വരുത്തിയോ എന്നും പ്രധാനപ്പെട്ട ചോദ്യം. ഇനി ഈ സിഗ്നൽ സംവിധാനം നേരത്തെ കമൽ വയനാട്ടിൽ നിന്ന് ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ റിസീവറുടെ കാര്യം പറയുന്നുണ്ട്. ഈ റിസീവർ ആക്ച്വലി നമുക്കത് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ റിസീവർ സംവിധാനവുമായി ഏറെ അടുത്ത്, അല്ലെങ്കിൽ ആന ഒരു 300 അല്ലെങ്കിൽ 250-300 മീറ്റർ അടുത്ത് ആണെങ്കിൽ മാത്രമേ ഈ സിഗ്നലും റിസീവറും കൊണ്ട് പ്രയോജനമുള്ളൂ. മറ്റ് വിവരങ്ങളെല്ലാം തന്നെ വെബ്സൈറ്റിൽ ഓരോ അരമണിക്കൂർ കൂടുമ്പോഴും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് കർണാടക വകുപ്പ് യൂസർ നെയിമും പാസ്വേഡും കൊടുത്തു എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം ഇതാണ്. ഈ വെബ്സൈറ്റിലൂടെ നമുക്ക് വിവരങ്ങൾ ട്രാക്ക് ചെയ്യാം. ഈ വിവരങ്ങൾ എത്ര മിനിറ്റ് ഇടപെട്ട് വേണം എന്നുള്ളതും നമുക്ക് തന്നെ നിശ്ചയിക്കാവുന്നതാണ്. ഉദാഹരണത്തിന് നമുക്ക് എല്ലാ മിനിറ്റിലും അല്ലെങ്കിൽ ഓരോ നിമിഷത്തിലും ഈ ആന എവിടെ എന്നുള്ള വിവരങ്ങൾ വേണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം. അരമണിക്കൂർ കൂടുമ്പോൾ മതിയെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം. ഇതിൽ ഈ ആനയുടെ കാര്യത്തിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നത് സംബന്ധിച്ചൊരു വിവരം ഇതുവരെയും വന്നിട്ടില്ല. ഏതായാലും തത്സമയ വിവരങ്ങൾ ലഭിക്കില്ല എന്നുള്ളത് സാറ്റലൈറ്റ് കോളറിന്റെ ഒരു പോരായ്മയായി പറയാം. പക്ഷേ അത് മറികടക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. നമ്മുടെ വനം വകുപ്പ് ആ സാഹചര്യം ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യമായി വരുന്നത്. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് പെട്ടെന്ന് അവസാനിപ്പിക്കാം. അതായത് നമ്മൾ ആദ്യം സാറ്റലൈറ്റ് സംവിധാനമാണ് നോക്കിയതെന്നുണ്ടെങ്കിൽ അടുത്ത സംവിധാനം GSM അഥവാ സിം ഉപയോഗിച്ചാണ്. ഇതിന്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ലൈവായി ഇപ്പോൾ ആന എവിടെയാണോ ആ തത്സമയ വിവരം ആ സ്പോട്ട് അപ്പോൾ തന്നെ കിട്ടുമെന്നുള്ളതാണ് ഈ സിം സംവിധാനത്തിന്റെ അല്ലെങ്കിൽ GSM റേഡിയോ കോളർ സംവിധാനത്തിന്റെ ഉപയോഗം. നിലവിൽ വയനാട്ടിൽ ഇറങ്ങിയ ആനയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഈ സംവിധാനമല്ല. അല്പം ഡിലേയിൽ വിവരങ്ങൾ കിട്ടുന്ന സംവിധാനമായ സാറ്റലൈറ്റ് സംവിധാനമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നതിൽ, ഈ ആനയുടെ സ്പോട്ട് കൃത്യമായി നിഗമനം എത്തുന്നതിൽ, അല്ലെങ്കിൽ സ്പോട്ട് കാൽക്കുലേറ്റ് ചെയ്ത് മനസ്സിലാക്കി എത്തുന്നതിൽ വനം വകുപ്പ് പരാജയപ്പെട്ടു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം.